ദ ജേർണലിസ്റ്റിലേക്ക് ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന വാർത്താ ചാനൽ ഏതാണെന്ന് ചോദിച്ചാൽ പലരും പറയാൻ സാധ്യതയുള്ളൊരു മറുപടി റിപ്പോർട്ടർ ചാനൽ എന്നതായിരിക്കും. കാരണം മറ്റൊരു ചാനലിനും നേരിടേണ്ടി വരാത്ത വിധത്തിലുള്ള രൂക്ഷമായ കടന്നാക്രമണങ്ങൾ പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്തു നിന്നും നിരന്തരമായി ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ചാനലായി റിപ്പോർട്ടർ ചാനൽ മാറിയിരിക്കുകയാണ്. ഒപ്പം ബദ്ധവൈരികളായ 24 ന്യൂസിൻ്റെ ഭാഗത്തു നിന്ന് ബാർക്ക് ക്രമക്കേട് അടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളും വാർത്തകളും റിപ്പോർട്ടർ ചാനലിന് മേൽ ചൊരിയുന്നുമുണ്ട്. അതോടൊപ്പം മെസ്സിയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് കേരളത്തെ മുഴുവൻ പറ്റിച്ചയാളാണ് റിപ്പോർട്ടറിൻ്റെ MD ആൻഡോ അഗസ്റ്റിൻ എന്ന രീതിയിൽ മാതൃഭൂമിയും ഏഷ്യാനെറ്റുമൊക്കെ അവരുടേതായ രീതിയിൽ നിരവധി വാർത്തകളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കലൂരിലെ സ്റ്റേഡിയം നവീകരണം അടക്കമുള്ള വിഷയത്തിൽ റിപ്പോർട്ടർ ചാനൽ ഉടമകളെ പ്രതികളാക്കിക്കൊണ്ട് അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന വിധത്തിൽ മാതൃഭൂമി ന്യൂസൊക്കെ കഴിഞ്ഞ ദിവസവും വീഡിയോകൾ ചെയ്തിരുന്നു. അപ്പം അതിന് പിന്നിൽ ചാനൽ രംഗത്തെ കുടിപ്പകയാണ്, അല്ലെങ്കിൽ എത്ര ശ്രമിച്ചിട്ടും റിപ്പോർട്ടർ ചാനലിനെ ബാർക്ക് റേറ്റിംഗിൽ മറികടക്കാൻ കഴിയാത്തതിൻ്റെ ദേഷ്യമാണ് എന്ന നിലയിലാണ് റിപ്പോർട്ടർ ചാനലിന് അതിന് മറുപടി കൊടുക്കുന്നത്. പക്ഷേ എന്തു തന്നെയായാലും ഇത്രയും നാളായി സകലരും എടുത്തിട്ട് അലക്കിയിട്ടും റിപ്പോർട്ടർ ചാനലിന് ഒരു കൂസലുമില്ല. ബാർക്ക് റേറ്റിംഗിൽ നിന്ന് റിപ്പോർട്ടർ ചാനലിലോട്ട് താഴേക്കും പോകുന്നില്ല. നമ്മൾ സഞ്ചരിച്ചാൽ അറിയാം, പലയിടങ്ങളിലും ഇപ്പോൾ കോഫി ഷോപ്പുകളിലോ ഹോട്ടലുകളിലോ ബാർബർ ഷോപ്പുകളിലോ ഒക്കെ പണ്ട് വാർത്താ ചാനലുകൾ വെച്ചിരിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായി വെച്ചിരുന്നത് 24 ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അത് മാറിയിട്ട് മിക്കയിടങ്ങളിലും നമ്മൾ പൊതു ഇടങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ഓപ്പൺ സ്പേസിൽ എവിടെയെങ്കിലും ഒരു പൊതുസ്ഥലത്ത് ഒരു ചാനൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ടർ ചാനലായി മാറിയിട്ടുണ്ട്. അതായത് വാർത്തകൾ കൈകാര്യം ചെയ്യുമ്പോഴുള്ള അതിലൊരു പുതുമ, അതിലൊരു ചടുലത, എത്ര ചെറിയ വാർത്തയാണെങ്കിലും അതിനെ ആളിക്കത്തിച്ച് ഒരു വലിയ സംഭവമാക്കി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഇട്ട് അവതരിപ്പിക്കുന്ന ഒരു പ്രതീതി, അതായത് വാർത്തയെ കുറേയൊക്കെ എൻ്റർടൈൻമെൻറ്റ് മെത്തേഡ് എന്ന രീതിയിലും ഉപയോഗിക്കാനായിട്ട് റിപ്പോർട്ടർ നടത്തിയ ശ്രമങ്ങളാണ് അവരെ ഇത്രയധികം കാഴ്ചക്കാരുള്ള ഒരു സ്ഥാപനമായി പിടിച്ചിരുന്നത്. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ ലാൻഡിംഗ് പേജ് എന്ന് പറയുന്ന കേരള വിഷനിൽ ഓണാക്കിയാൽ അപ്പോൾ വരുന്നത് റിപ്പോർട്ടർ ചാനലാണെന്നതും അവർക്ക് ഗുണകരമായിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറം റിപ്പോർട്ടർ ചാനലിനെതിരെ ഗുരുതരമായ നിരവധി ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഒരുപാട് തട്ടിപ്പ് കേസുകൾ, ഒരുപാട് ഈ പറയുന്ന ക്രമക്കേടുകൾ, ഇതൊക്കെയുണ്ട്. ഇപ്പോൾ ഇന്ന് അടൂർ പ്രകാശ് ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടയിൽ റിപ്പോർട്ടർ ചാനലുകാർ ചില ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങളിൽ അതൃപ്തിയുള്ളത് കൊണ്ടും റിപ്പോർട്ടർ ചാനൽ നുണ പറയുകയാണ്, തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്ന ബോധ്യമുള്ളത് കൊണ്ടും അടൂർ പ്രകാശ് രൂക്ഷമായ ഭാഷയിലാണ് റിപ്പോർട്ടർ ചാനലിനെതിരെ പ്രതികരിച്ചത്. അടുത്ത ഭരണം മാറുമ്പോൾ, അതായത് ഇനി UDF അധികാരത്തിൽ വരുമ്പോൾ റിപ്പോർട്ടറിൻ്റെ മരം മുറിക്കേസടക്കമുള്ളവ അന്വേഷിക്കും, നിങ്ങൾ ഞങ്ങളുടെ റഡാറിലുണ്ട് എന്ന് കൃത്യമായി പറയുന്ന വിധത്തിലാണ് അടൂർ പ്രകാശിൻ്റെ മറുപടി ഉണ്ടായിരുന്നത്. അതായത് UDFനെതിരെ, കോൺഗ്രസിനെതിരെ ഇടതുപക്ഷത്തിൻ്റെ അച്ചാരം വാങ്ങി പ്രവർത്തിക്കുകയാണ് റിപ്പോർട്ടർ ചാനൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലടക്കം റിപ്പോർട്ടർ ചാനൽ ആ പക്ഷപാതിത്വം കാണിച്ചു, അല്ലെങ്കിൽ CPMന് വേണ്ടി രാഹുലിനെതിരെ, കോൺഗ്രസിനെതിരെ രൂക്ഷമായ കടന്നാക്രമണങ്ങൾ നടത്തി, വാസ്തവ വിരുദ്ധമായ പ്രചാരണങ്ങൾ റിപ്പോർട്ടർ ചാനൽ നടത്തുന്നു. ഇങ്ങനെയൊക്കെയുള്ള നിരവധി ആരോപണങ്ങൾ കോൺഗ്രസ് നേതാക്കൾ അല്ലെങ്കിൽ പൊതുജനങ്ങൾ വ്യാപകമായി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് കോൺഗ്രസ്സുകാരും റിപ്പോർട്ടറും തമ്മിലുള്ള തർക്കം ഇതാദ്യമായിട്ടല്ല, നാളുകളായി ഇത് തുടങ്ങിയിട്ട്. മുമ്പ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അവരുടെ റിപ്പോർട്ടറായിട്ടുള്ള റോഷിപാലിനെ കോൺഗ്രസ്സുകാർ കൈകാര്യം ചെയ്തത് ഇതിൻ്റെ ഭാഗമായിട്ടായിരുന്നു എന്ന ആരോപണമുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, റിപ്പോർട്ടർ ചാനലിൻ്റെ വാർത്താ രീതികൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, അത് പലപ്പോഴും കോൺഗ്രസിനെ കടന്നാക്രമിക്കുന്ന വിധത്തിലുള്ളതാണ്. ഇപ്പോൾ സ്വർണ്ണക്കടത്ത് കേസിൽ സ്വർണം കട്ടത് കോൺഗ്രസ് ആണ് എന്നൊക്കെയാണ് ആൻഡോ അഗസ്റ്റിൻ ഇന്നലെ അവരുടെ ചർച്ചയിൽ പറഞ്ഞത്. അതായത് ഡെലിബറേറ്റായി കോൺഗ്രസിനെ പ്രതിക്കൂട്ടിൽ നിർത്തുക. ഇപ്പോൾ SIT വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് അടൂർ പ്രകാശിനെ വിട്ടയച്ച ആ സമയത്ത് അടൂർ പ്രകാശിനെ കസ്റ്റഡിയിലെടുത്തു, അല്ലെങ്കിൽ അടൂർ പ്രകാശിനെ അറസ്റ്റ് ചെയ്യുന്ന നിലയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അടൂർ പ്രകാശ് ഈ കള്ളന്മാരുമായി മുഴുവൻ അച്ചാരം വാങ്ങിയവരാണ്, സോണിയാഗാന്ധിക്ക് സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ട് തുടങ്ങിയ രീതിയിലൊക്കെയുള്ള ചർച്ചകൾ റിപ്പോർട്ടർ ചാനൽ വാർത്തയിലൂടെ പൊതുസമൂഹത്തിലേക്ക് കൊടുത്തിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് അടൂർ പ്രകാശ് ഇറങ്ങി വരുന്ന നോക്കുക, കയ്യും വീശി ഒരു കുഴപ്പവുമില്ലാതെ കൂളായിട്ട് വന്നിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് എന്താണ് സംഭവിച്ചത് എന്ന് പറയുകയാണ്. മണ്ഡലത്തിനുള്ളിൽ താമസിക്കുന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹം ചില സഹായങ്ങൾ ചോദിച്ചു, അത് ആർക്കാണെങ്കിലും ഞാൻ ചെയ്തു തരും, അങ്ങനെ ചെയ്തു കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ്, അതിൻ്റെ ഭാഗമായി ചില ആളുകളെ കണ്ടിട്ടുണ്ട്, അതിനപ്പുറം അതിലൊന്നുമില്ല. പിന്നെ വേറെ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് SIT, അവരോട് അത് വിശദീകരിച്ചിട്ടുണ്ട്, അത് പുറത്തു പറയാൻ കഴിയില്ല. കൃത്യമായ സ്റ്റാൻഡാണ് അടൂർ പ്രകാശ് എടുത്തത്. പക്ഷേ ആ സമയത്തും റിപ്പോർട്ടർ ചാനലിൽ അടൂർ പ്രകാശ് അറസ്റ്റിലാകാൻ പോകുന്നു, അടൂർ പ്രകാശ് ഉടൻ കുടുങ്ങാൻ പോകുന്നു, സ്വർണ്ണക്കൊള്ള കോൺഗ്രസിലേക്ക് തിരിയാൻ പോകുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കുന്ന വിധത്തിൽ നിരവധിയായി വാർത്തകളും ചർച്ചകളും നടത്തുകയായിരുന്നു എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ആരോപണം. എന്തായാലും സകലരും റിപ്പോർട്ടർ ചാനലിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇതൊക്കെ തങ്ങൾക്കൊരു പൂമാല എന്ന വിധത്തിൽ ആഘോഷിക്കുകയാണ് റിപ്പോർട്ടർ TV. അതാണ് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. റിപ്പോർട്ടർ TV MD ആൻഡോ അഗസ്റ്റിൻ
അതുപോലെ തന്നെ റിപ്പോർട്ടർ ചാനലിലെ പല ജീവനക്കാരും ഒക്കെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ സ്റ്റാറ്റസ് ആക്കിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ഉണ്ട്, അത് നോക്കുക. റിപ്പോർട്ടർ ടിവിയുടെ അജണ്ട പറയാണ്. ആ അജണ്ടയായിട്ട് എന്റെ അടുത്ത് വരണം. മാത്രം ആദ്യമായിട്ട് പറയുന്നു. നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ആളാവാൻ വരരുത്. Do you want me to continue? Ask her to move back. എതിർ ശബ്ദങ്ങൾ എത്ര കനത്താലും തുടരും വാർത്താ പോരാട്ടം. എതിർ ശബ്ദങ്ങൾ എത്ര കനത്താലും തുടരും വാർത്താ പോരാട്ടം, ഫൈറ്റ് ഫോർ ജസ്റ്റിസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ഈ ഒരു റിപ്പോർട്ടറിനെതിരായിട്ട് നേതാക്കൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ അത് കാണിച്ചുകൊണ്ട് അവരുടെ ഒരു പരസ്യത്തിനായി ഇത് ഉപയോഗിക്കുന്നത്. നോക്കുക, തങ്ങൾക്കെതിരായി വരുന്ന ആരോപണ ശരങ്ങളെ മുഴുവൻ തങ്ങൾക്ക് അനുകൂലമായിട്ട് റിപ്പോർട്ടർ മാറ്റുന്നത് എങ്ങനെയാണെന്ന് നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ പൊതുസമൂഹത്തിനിടയിൽ ഹൈപ്പ് ഉണ്ടാക്കുക, ഒരു റീച്ച് ഉണ്ടാക്കുക എന്ന സന്തോഷ് പണ്ഡിറ്റിനെ പോലുള്ളവരടക്കം ഇവിടെ പ്രയോഗിച്ച് വിജയിച്ചൊരു സ്ട്രാറ്റജിയാണ് റിപ്പോർട്ടർ TV ഇപ്പോൾ അവലംബിച്ചിരിക്കുന്നത്. മറുനാടൻ സാജൻ എന്ന് പറയുന്ന മറുനാടൻ മലയാളി ചാനലും ഇതേപോലെയാണ് ഇവിടെ നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കി ഒരു വലിയ ഹൈപ്പ് നേടിയത്. ഇപ്പോഴും മറുനാടന് വ്യക്തമായൊരു വ്യൂവർഷിപ്പ് ഉണ്ട്. പല ആളുകളും അദ്ദേഹം പറയുന്നത് മുഴുവൻ സത്യമാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റിപ്പോർട്ടർ ചാനലും ഇത്തരത്തിൽ സകലരെയും കടന്നാക്രമിക്കുന്ന വിധത്തിൽ അങ്ങോട്ട് കയറി ആക്രമിച്ച് പകരം റിപ്പോർട്ടറിനെതിരെ ചീത്തവിളികൾ വരുമ്പോൾ ആ നെഗറ്റീവ് മാർക്കറ്റ് ചെയ്യുക. ഇപ്പം മറുനാടൻ മലയാളി ഇപ്പം എന്താ ചെയ്യുന്നത്? റിപ്പോർട്ടറിനെ കടന്നാക്രമിച്ച് പബ്ലിസിറ്റി നേടുകയാണ്. കാരണം റിപ്പോർട്ടർ എന്തെങ്കിലും മറുനാടനെതിരെ പറയുകയാണെങ്കിൽ അത് ഒരു വലിയ വാർത്തയാകും, പിന്നെ അത് മറുനാടൻ ഉൾപ്പെടെ ഒരു പബ്ലിസിറ്റി ആയിരിക്കും. അങ്ങനെയുള്ള പബ്ലിസിറ്റികൾ മാധ്യമങ്ങൾ ചെയ്യാറുണ്ട്. എന്തായാലും ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് റിപ്പോർട്ടർ ചാനലിനെതിരെ ആരൊക്കെയാണ് സംസാരിക്കുന്നത്? BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, അടൂർ പ്രകാശ്, അതുപോലെ തന്നെ സാബു M ജേക്കബ്, അങ്ങനെ ഒരുപാട് പേര്, വെള്ളാപ്പള്ളി നടേശനൊക്കെ റിപ്പോർട്ടറിനെ കടന്നാക്രമിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ സകല നേതാക്കളും പാർട്ടി ഭേദമന്യേ എല്ലാവരും ഞങ്ങളെ കല്ലെറിയുന്നു. അതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള പക്ഷപാതിത്വവുമില്ല, ഞങ്ങൾ നിഷ്പക്ഷരാണ്, എല്ലാ പാർട്ടിയിൽപ്പെട്ട നേതാക്കളെയും കുറ്റം ഞങ്ങൾ പറയും, കുറവുണ്ടെങ്കിൽ ഞങ്ങൾ പറയും, അവർ ഞങ്ങൾ കടന്നാക്രമിക്കും, അവരോട് ചോദ്യങ്ങൾ ചോദിക്കും, അതിനൊന്നും ഞങ്ങൾക്ക് യാതൊരു തടസ്സവുമില്ല, ഞങ്ങൾ നിഷ്പക്ഷമായി ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നവരാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടർ ഇങ്ങനെ ഒരു പരസ്യം ചെയ്തിരിക്കുന്നത്. ഇത് റിപ്പോർട്ടറിനെ സംബന്ധിച്ച് വലിയ ഹൈപ്പ് ഉണ്ടാക്കുന്ന കാര്യമാണെന്നുള്ളതിൽ തർക്കമില്ല. കാരണം ഒരു സാധാരണ മനുഷ്യൻ നോക്കുമ്പോൾ എന്താ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, അതുപോലെ സാബു M ജേക്കബ്, വെള്ളാപ്പള്ളി നടേശൻ, അടൂർ പ്രകാശ്, പിന്നെയും ഒരുപാട് ആളുകൾ, ശോഭാ സുരേന്ദ്രനൊക്കെ പരസ്യമായിട്ട് റിപ്പോർട്ടറിനെതിരെ വന്നതാണ്. ഇങ്ങനെയുള്ള പല ആളുകൾ, നിരവധി ആളുകൾ ഈ പറയുന്നത് പോലെ റിപ്പോർട്ടറിനെതിരെ നിരന്തരമായിട്ട് പറയുമ്പോൾ അത് എല്ലാ പാർട്ടിയിലും പെട്ട ആളുകൾ റിപ്പോർട്ടറിനെ കുറ്റം പറയുന്നുണ്ട്. അപ്പോൾ നിഷ്പക്ഷമായി സംസാരിക്കുന്നത് കൊണ്ടാണ്, ഞങ്ങൾ അലോസരപ്പെടുത്തുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നത് കൊണ്ടാണ് എന്ന രീതിയിൽ അതിനെ മാർക്കറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് റിപ്പോർട്ടറിന്. പക്ഷേ ഇവരാരും തന്നെ ആ മരമുറി കേസുമായോ അല്ലെങ്കിൽ അത്തരം കേസുകളുമായി ബന്ധപ്പെട്ട ഒരു ന്യായീകരണവും എവിടെയും പറയുന്നില്ല. അതൊക്കെ തങ്ങളെ കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നുണ പറഞ്ഞ് പരത്തുന്നതിൻ്റെ ഭാഗമാണ് എന്നാണ് റിപ്പോർട്ടർ ചാനൽ ഉയർത്തുന്ന വാദം. എന്തായാലും ഇനി അധികാര മാറ്റത്തിന് അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുമെന്നാണ് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്. അങ്ങനെ UDF അധികാരത്തിൽ വന്നാൽ റിപ്പോർട്ടർ ചാനലിൻ്റെ അടപ്പിളക്കുമോ, ഈ മരമുറി കേസ് ഉൾപ്പെടെയുള്ളവ അന്വേഷിച്ച് അതിൽ കൃത്യമായ നടപടികൾ എടുക്കുമോ? ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ LDF സർക്കാർ റിപ്പോർട്ടറിനൊരു ഫേവർ ചെയ്തുകൊണ്ട് അവർക്കെതിരായ കേസുകൾ അടിച്ചമർത്തി വെച്ചിരിക്കുകയാണോ? UDF അധികാരത്തിൽ വന്നാൽ അതൊക്കെ എടുത്ത് പുറത്തിട്ട് ഇപ്പോൾ UDFനെ വേട്ടയാടുന്ന, കോൺഗ്രസിനെ വേട്ടയാടുന്ന റിപ്പോർട്ടർ TV ഉടമകളെ അഴിക്കുള്ളിലാക്കാനുള്ള നടപടികൾ ഉണ്ടാകുമോ? തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ എന്തായാലും സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. എന്തായാലും ചീത്തവിളികളെ പൂമാലയാക്കി റിപ്പോർട്ടർ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ സകലരും വളഞ്ഞിട്ട് ചീത്ത വിളിക്കുകയാണ് റിപ്പോർട്ടറിനെ. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അപ്പോഴും റിപ്പോർട്ടറിൻ്റെ റേറ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഒരു കുറവും വരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം.